ജീവനില്ലാത്ത മരപ്പാവകൾക്ക് ജീവന്റെ ഭാവങ്ങൾ നൽകുന്ന നളിനി തൻ്റെ ഡയറിത്താളുകളിൽ വരകളിലൂടെ മനുഷ്യരൂപങ്ങൾക്ക് ജീവൻ നൽകുന്ന എന്യൂമറേറ്റർ. പണമോ പദവിയോ അല്ല, ഹൃദയങ്ങൾ തമ്മിലുള്ള ആത്മീയവും കലാപരവുമായ വിനിമയമാണ് ജീവിതത്തെ മനോഹരമാക്കുന്നതെന്ന് ഓർമ്മിപ്പിക്കുന്ന കഥയാണ് കാരൂരിൻ്റെ മരപ്പാവകൾ. ഈ പാഠഭാഗത്തെക്കുറിച്ചുള്ള സമ്പൂർണ്ണമായ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കഠിനമായ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ആത്മധൈര്യവും സർഗാത്മകതയും കൈവിടാത്ത നളിനി എന്ന സ്ത്രീയുടെ ആന്തരിക സൗന്ദര്യമാണ് കഥ ചർച്ച ചെയ്യുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് +1 മലയാളത്തിൻ്റെ 1ാമത്തെ യൂണിറ്റ് മധുരം മനോജ്ഞം ജീവിതം എന്നതിൽ 2ാമത്തെ പാഠഭാഗമാണ് മരപ്പാവകൾ. എഴുതിയിരിക്കുന്നത് കാരൂർ നീലകണ്ഠപിള്ള. കഥാവായന, കഥാവലോകനം, പഠന പ്രവർത്തനങ്ങൾ, അധിക ചോദ്യങ്ങൾ എന്നിവ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുന്നു. മരപ്പാവകൾ. മുറ്റത്തു ചെന്നു നിന്ന എന്യൂമറേറ്റർ 312 ആശാരിപ്പറമ്പിൽ എന്ന് തന്നോട് തന്നെ പറഞ്ഞിട്ട് ഉച്ചത്തിൽ ചോദിച്ചു, ഇവിടെ ആരുമില്ലേ? ഓല കുത്തിമറിച്ചുണ്ടാക്കിയ മുറിയിൽ നിന്ന് ഒരു സ്ത്രീ തിണ്ണയിലേക്ക് ഇറങ്ങി വന്നു. ഉമ്മിണി എന്നാണോ പേര്? കയ്യിലിരിക്കുന്ന കടലാസിൽ നോക്കിക്കൊണ്ട് ആഗതൻ ചോദിച്ചു. യുവതിയുടെ സ്വതേ വിടർന്ന കണ്ണുകൾ കുറെ കൂടി വികസിച്ചു. കേസോ പോലീസോ വല്ലതുമായിരിക്കും എന്നവൾ പരിഭ്രമിച്ചു. ജനസംഖ്യ എടുക്കുക. ഇവിടെ ആരൊക്കെയുണ്ട്? ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. അമ്മ ഇപ്പോഴങ്ങ് പോയേയുള്ളൂ. തോട്ടിൻ്റെ കരയിൽ തഴച്ചെത്താൻ പോയതാ. ആങ്ങളച്ചെറുക്കാൻ പണിയാൻ പോയേക്കുക. ഉമ്മിണിന്ന് പേരുള്ളത്? അമ്മയുടെ പേരാ. ശരി, ഉമ്മിണി ആണോ പെണ്ണോ? അവളൊന്ന് ചിരിച്ചു, പരിഹാസച്ചിരി, എന്നാലും അഴകുള്ള ചിരി. അമ്മയും ഞാനും പെണ്ണുങ്ങളാ. ആങ്ങള ആണും. അച്ഛനില്ലേ? മരിച്ചുപോയി. അപ്പോൾ ഉമ്മിണി വിധവയാണല്ലേ? ഇപ്പോൾ വിധവയാ. എന്നിട്ട് അവൾ പറഞ്ഞു, ജനസംഖ്യ എടുക്കുമ്പോൾ കൊടനിവർത്തി പിടിക്കരുതായിരിക്കും. ഈ തീ പോലുള്ള വെയിലത്ത് നിന്ന് ജനസംഖ്യ എടുത്താൽ ആളിൻ്റെ എണ്ണം കുറഞ്ഞു പോകും. ഈ ബെഞ്ചിലേക്ക് കയറി ഇരിക്കാവല്ലോ. ചാണകം മെഴുകി വെടുപ്പും മിനുപ്പും വരുത്തിയിട്ടുള്ള ആ നീളം കുറഞ്ഞ വരാന്തയിൽ കയറി ആഗതൻ ഒരു ബെഞ്ചിലിരുന്നു. ഉമ്മിണിയുടെ വിവരങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് രേഖപ്പെടുത്തി. നിങ്ങളുടെ പേര്? എൻ്റെ പേര് നളിനി. ഇത് പറഞ്ഞപ്പോൾ അവൾ അല്പം ലജ്ജ ഭാവിച്ചു. വയസ്സ്? കണ്ടിട്ട് എന്ത് തോന്നുന്നു? എനിക്കൊന്നും തോന്നിയില്ല. അവളൊന്ന് മന്ദഹസിച്ചു. 23. വിവാഹം കഴിഞ്ഞതാണോ? ഇപ്പോൾ ഭർത്താവുണ്ടോ? അവൾ അല്പം പരിങ്ങി. ഇപ്പോൾ ഇവിടെ ഇല്ല. 13ാം മൈലിൽ ജനസംഖ്യ എടുത്തോ? ആള് വേറെയാ. ഭർത്താവ് ഉണ്ടല്ലേ? ഉണ്ടെന്നോ ഇല്ലെന്നോ എഴുതിക്കോളൂ. അവൾ അവഗണനാഭാവത്തിൽ പറഞ്ഞു. ഉണ്ടെന്ന് എഴുതിയാലും ഇല്ലെന്ന് എഴുതിയാലും അർത്ഥമൊന്നല്ലല്ലോ. എന്നാൽ ഉണ്ടെന്ന് തെളിയാതെ എഴുതിക്കോളൂ. കല്യാണം പറഞ്ഞു വെച്ചിട്ടേ ഉള്ളായിരിക്കും അല്ലേ? എന്നാൽ വിവാഹിത എന്നല്ല എഴുതേണ്ടത്, അവിവാഹിത. അതല്ല, വിവാഹം കഴിഞ്ഞു. അവൾ തലയുടെ പിറകുവശം ചൊറിയുകയും അതോടെ നീണ്ടതും എണ്ണമയമില്ലാത്തതിനാൽ മുഷിഞ്ഞതുമായ മുടി അഴിഞ്ഞിഴിഞ്ഞു വീഴുകയും അതവളുടെ സുന്ദര രൂപത്തിന് ഒരു ഭംഗിയുള്ള പശ്ചാത്തലമായി ഭവിക്കുകയും ചെയ്തു. ഭർത്താവ്? ഭർത്താവ് ഉണ്ട്. ഭർത്താവില്ലതാനും. ഉപേക്ഷിച്ചു അല്ലേ? അപ്പോൾ വിഭർതൃക. ആ വാക്ക് കേട്ടിട്ട് എഴുതാമെന്ന് തോന്നുന്നു. ഒന്നുകൂടെ കേൾക്കട്ടെ. വിദർഭ. അതുപോലെ ഒരു കുഴഞ്ഞ കേസായതും. പക്ഷെ ഉപേക്ഷിച്ചതല്ല. ഉപേക്ഷിച്ചെങ്കിൽ പിന്നെ എന്തിനാ ആഴ്ചതോറും അയാൾ ദൂതാണിനെ പറഞ്ഞു വിടുന്നത്? നിങ്ങൾ ഉപേക്ഷിച്ചതായിരിക്കും. ഞാൻ ആദ്യം അപേക്ഷിക്കാനും പോയില്ല, പിന്നെ ഉപേക്ഷിക്കാനും പോയില്ല. എന്താ വേണ്ടത് എന്നാൽ എങ്ങനെ എഴുതിക്കൂ. നിങ്ങൾക്കല്ലേ ഒക്കെ അറിയാവുന്നേ. എനിക്ക് നിങ്ങളുടെ ഭർത്താവിൻ്റെ കാര്യം ഒന്നും അറിയാൻ വയ്യ. നിങ്ങൾ പറയുന്നത് എഴുതാം, ഭർത്താവ് ഉണ്ടെന്ന്. അതാ നല്ലത്. നല്ലതും ചീത്തയും എഴുതാനുള്ള പുസ്തകമല്ലിത്, നേരെ എഴുതാനുള്ളതാ. ഞാൻ പറഞ്ഞതാ നേര് എന്ന് പറഞ്ഞിട്ട് അവൾ തലമുടി പിറകുവശത്ത് കെട്ടിവെച്ചു. അനാവശ്യമായി ആ പ്രവൃത്തി അയാൾ നോക്കിക്കണ്ടു. പ്രസവിച്ചതാണോ? ആണും പ്രസവിച്ചില്ല, പെണ്ണും പ്രസവിച്ചില്ല. ഛിദ്രമുണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടോന്ന്. അവിടെ ചെന്ന് 6 മാസം തികയുന്നതിന് മുമ്പേ തുടങ്ങിയതല്ലേ ഛിദ്രം. ഒരു ദിവസം അല്ലേലൊരു ദിവസം ഛിദ്രമില്ലാതെ കഴിഞ്ഞിട്ടില്ല. ദിവസവും ഛിദ്രമോ? അതല്ലേ ഞാനിങ്ങ് പോകുന്നത്. എന്താണീ പറയുന്നത്? ഗർഭഛിദ്രം എന്ന് വെച്ചാൽ അലസുക ഉണ്ടായിട്ടുണ്ടോയെന്ന്.
എന്തെല്ലാം പോക്കണംകേടുകളാണ് ചോദിക്കുന്നത്. ആങ്ങളച്ചെറുക്കൻ ഇവിടെ ഇല്ലാത്ത നന്നായി. അയാൾ അല്പം ചൊടിച്ചു. ആങ്ങളച്ചെറുക്കനുണ്ടെങ്കിൽ? ഇത് സർക്കാർ കാര്യമാണ്. ആങ്ങളച്ചെറുക്കൻ പോയിട്ട് വല്യമ്മാവനുണ്ടെങ്കിലും ചോദിക്കും. നേരൊക്കെ പറയുകയും വേണം. പറഞ്ഞില്ലെങ്കിൽ അത് കുറ്റമാണ്. പറയുന്നതൊക്കെ രഹസ്യമായി സൂക്ഷിക്കും. വലിയ ഉഷ്ണം തോന്നുന്നെങ്കിൽ ഇതുകൊണ്ട് വീശിക്കോളൂ എന്ന് പറഞ്ഞ് നളിനി ഒരു വീശുപാള എടുത്ത് ആ ബെഞ്ചിൻ്റെ അറ്റത്ത് വെച്ചു കൊടുത്തു. ആങ്ങളച്ചെറുക്കൻ കേൾക്കെ ഇതൊക്കെ ചോദിച്ചാൽ എനിക്ക് നാണം വരുമെന്നാണ് പറഞ്ഞത്. എന്നിട്ട് പറയൂ. ഇല്ല. എന്തോന്നില്ല? പറയുകയല്ലെന്നോ? അല്ലല്ല, മുമ്പേ ചോദിച്ചില്ലേ, ഛിദ്രം. അതില്ല. നിങ്ങൾക്ക് മാസം എന്തു വരവുണ്ട്? ആങ്ങളയ്ക്ക് 3 രൂപ തച്ച. ആങ്ങളയുടെ തച്ചല്ല, നിങ്ങളുടെ. ഞാൻ പണിക്ക് പോകാറില്ല. അപ്പോൾ വരവൊന്നുമില്ല, ആശ്രയിച്ചു കഴിയുന്നയാൾ. ഞാനോ? ഇതാര് പറഞ്ഞു? ആ വള്ളക്കടവിലെ കാത്ത പറഞ്ഞതായിരിക്കും. അവിടെ കാര്യം എനിക്കും പറയാനുണ്ട്. അയാൾ രസിച്ചൊന്ന് ചിരിച്ചു. കാത്തയോ? എന്തു പറഞ്ഞെന്ന്? ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ല. ഒരാൾക്ക് വരവില്ലെങ്കിൽ മറ്റൊരാളുടെ വരവ് കൊണ്ട് വേണം ജീവിക്കാൻ. നിങ്ങൾക്ക് വരവില്ല. ഉണ്ണാനും ഉടുക്കാനും മറ്റും കാശ് ചെലവുണ്ട്. അത് തരുന്നയാളിനെ, അമ്മയെയോ ആങ്ങളെയോ ആശ്രയിച്ചാണ് നിങ്ങൾ ജീവിക്കുന്നത്. നേരല്ലേ? കച്ചേരിയിലെ ചോദ്യം പോലെയാണല്ലോ ഇത്. കച്ചേരിയിൽ നിങ്ങൾ പോയിട്ടുണ്ടോ? അതിനും ആ ദ്രോഹി ഇടവരുത്തി. ഭർത്താവ് അല്ലേ? അവനാ ഭർത്താവ്. ഭർത്താവില്ലെന്നങ്ങ് എഴുതിയേക്കൂ. അതിന് ഞാൻ വേണേൽ വല്ലതും തരാൻ പൊന്നെ. അതിരിക്കട്ടെ, നിങ്ങൾക്ക് വരവൊന്നുമില്ലല്ലോ. വരവുണ്ട്. ഞാൻ ആരെയും ആശ്രയിക്കുന്നില്ല. മാസം 15 രൂപയെങ്കിലും വരവുണ്ട്. ശരി, എന്താ തൊഴിൽ? എന്തെല്ലാം അറിയണേ സർക്കാരിന്? തൊഴിലൊന്നല്ല, പലതാ. അതൊക്കെ പറഞ്ഞോളൂ. എഴുതാൻ കടലാസ് സ്ഥലമുണ്ട്. ഞാനാ ഈ വീട്ടിൽ കഞ്ഞി വയ്ക്കുന്നത്. ഈ തിണ്ണ മെഴുകിയത് ഞാനാ. മെഴുകിയത് നന്നായിട്ടുണ്ട്. കണ്ണാടി പോലെ മിന്നുന്നുണ്ടല്ലോ. എൻ്റെ കവിള് കണ്ണാടി പോലെ മിന്നുന്നെന്ന് എൻ്റെ പണിക്കൻ. എൻ്റെ ആരുമല്ല, അയാൾ പറയുമായിരുന്നു. അപ്പോൾ ഈ തിണ്ണ എൻ്റെ കവിള് പോലെ ഇരിക്കും. അവൾ ഫലിതം പറഞ്ഞ മട്ടിൽ ചിരിച്ചു. അയാളും ചിരിച്ചു. അയൽവീട്ടിലെ ഒരു പെണ്ണ് മുറ്റത്ത് വന്ന് എന്യൂമറേറ്ററുടെ മുഖത്ത് കണ്ണും തറപ്പിച്ച് നിലയായി. പെണ്ണിന് വയസ്സ് 10 കഴിഞ്ഞേയുള്ളൂ. നോട്ടം കണ്ടില്ലേ? 2 കൊല്ലം കഴിഞ്ഞാൽ ഈ വഴിക്ക് ആളുകളെ നടത്തുകയില്ല. ഇതിന് കോപം വന്നു. ഞാനൊന്ന് നോക്കിയെന്ന് വെച്ച് പണിക്കെത്തിക്ക് വല്ല നഷ്ടവും വന്നോ? ഞാനെൻ്റെ അപ്പ പോകുകയാണേ എന്ന് പറഞ്ഞിട്ട് അവൾ വന്ന വഴി തിരിച്ചുപോയി. പോകുന്ന പോക്കിൽ അവൾ എന്തോ പിറുവിറുത്തു കൊണ്ടിരുന്നു. നളിനി പറഞ്ഞു, അവൾക്ക് ശുണ്ഠി വരണം. ആരുടെയെങ്കിലും തലവെട്ടം കണ്ടാൽ മതി. എവിടെ നിന്നറിയാൻ മേല. പെണ്ണ് മുറ്റത്തുണ്ട്. എന്യൂമറേറ്റർക്ക് അവിടെ ഇരിക്കാൻ പേടിയായി തുടങ്ങി. എന്നിട്ട് തൊഴിൽ പറഞ്ഞില്ല? പറഞ്ഞില്ലേ? ഒരു വീട്ടിൽ എന്തെല്ലാം ജോലിയുണ്ട്, അതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ആദായം കിട്ടുന്ന തൊഴിലാണ് അറിയേണ്ടത്. ആദായം കിട്ടുന്ന തൊഴിലില്ലെങ്കിൽ നിങ്ങൾ വല്ലതും തരുമോ? തരുമോ എന്ന് ചോദിച്ചാൽ അയാൾക്ക് മുഴുവനാക്കാൻ മടി തോന്നി. ചോദിച്ചാൽ തരുമായിരിക്കും അല്ലേ? അയാൾ ചുറ്റുപാട് നോക്കി. അവൾ പറഞ്ഞു, വീട്ടിൽ വല്ലവരും വന്നാലൊരു മര്യാദ വേണമല്ലോ. അയാൾ പെട്ടെന്ന് പറഞ്ഞു, ഞാൻ മര്യാദകേട് വല്ലതും പറഞ്ഞോ? പറഞ്ഞില്ല, ഞാൻ മര്യാദ കാണിച്ചില്ല. മുറുക്കുമെന്ന് തോന്നുന്നല്ലോ എന്ന് പറഞ്ഞ് അവൾ മുറിക്കകത്തേക്ക് കയറി. തപ്പിപ്പെറുക്കുന്ന ശബ്ദം അയാൾ ശ്രദ്ധിച്ചു. അല്പം കഴിഞ്ഞ് അവൾ മുറുക്കാൻ കൊണ്ടുവന്നു. അയാൾ മുറുക്കിലേർപ്പെട്ടു. അവൾ വീണ്ടും മുറിക്കകത്ത് പോയി 3 മരപ്പാവകൾ കൊണ്ടുവന്നു. എന്നിട്ട് അവൾ പറഞ്ഞു, എൻ്റെ തൊഴിൽ ഇതാണ്. ഇതിലൊന്നുണ്ടാക്കാൻ എനിക്കൊരു ദിവസം മതി. അയാൾ പാവ വാങ്ങി നോക്കി. ഒരു ചാൺ നീളത്തിലുണ്ടാക്കിയ സ്ത്രീരൂപങ്ങൾ. എല്ലാം നന്നായിരിക്കുന്നു. തിളങ്ങുന്ന ചായപ്പണി ചെയ്തത്, കൊഴുത്തു മിനുത്തത്, ഭംഗിയുള്ള അവയവങ്ങൾ, ഉയർന്ന മാറിടം, തടിച്ച ജഘനം, കൃശമായ മദ്യം, അക്ഷാമമായ ചിഗുരഭാരം, ആകർഷകമായ മന്ദസ്മേരം, ആകപ്പാടെ മാദകമായ സുന്ദരശില്പങ്ങൾ. അയാൾ കണ്ണിമയ്ക്കാതെ നോക്കിയിരുന്നു. എന്നിട്ട് അവളെ നോക്കി. 4ഉം ഒന്നുപോലെ അത്ഭുതകരം. 3 കണ്ടാൽ 4 തോന്നുന്നതാണ് അത്ഭുതം, അവൾ പറഞ്ഞു. അയാൾ മറുപടി പറഞ്ഞില്ല. ഞങ്ങൾ വാർപ്പ് പണിക്കാരല്ല. കടഞ്ഞെടുത്തതായിരിക്കും. പാലാഴി കടഞ്ഞപ്പോൾ കിട്ടിയ ലക്ഷ്മിയെ പോലെ ഇരിക്കുന്നു. പാലാഴി കടയാൻ ഞാൻ കൂടിയില്ല. അതുകൊണ്ട് ഞാൻ ലക്ഷ്മിയെ കണ്ടിട്ടില്ല. എൻ്റെ തൊഴിൽ എന്തെന്ന് കാണിക്കുകയായിരുന്നു. 4 പറഞ്ഞതെങ്ങനെയാ? ഈ ജീവനില്ലാത്ത 3ഉം ഇതുണ്ടാക്കുന്ന ജീവനുള്ള 1ഉം, അങ്ങനെ 4 ഒരുപോലെ ഇരിക്കുന്നതാണ് അത്ഭുതം. എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്തതുപോലെ ജീവനുള്ളതും ഇരിക്കുന്നതോ? അതിൽ അത്ഭുതവും ഒന്നുമില്ല. എൻ്റെ തലയിലെഴുത്ത്. അവളുടെ കണ്ണു മിന്നി. വീണ്ടും മുറിയിൽ പോയി തിരിച്ചു വന്നപ്പോൾ അവളുടെ മുഖം തുടുത്തിരുന്നു. കയ്യിൽ ഒരു പാവയും ഉണ്ടായിരുന്നു.
അത് അവൾ അയാളുടെ അടുത്ത് വെച്ചു. അയാൾ അതെടുത്ത് നോക്കി. കംസവധത്തിലെ കൃഷ്ണനാണോ ഇത്? അതോ മുന്തിയറപ്പിനെ കൃഷ്ണൻ്റെ വേഷം കെട്ടിച്ചതോ? ഇത് കുറെ വലുതായിരുന്നെങ്കിൽ വെള്ളരി വേലിക്കകത്ത് കൊണ്ട് വയ്ക്കാമായിരുന്നു, ദൃഷ്ടിദോഷം പറ്റാതിരിക്കാൻ. അല്ലെങ്കിൽ തീരെ ചെറുതായിരുന്നെങ്കിൽ. അവൾ ഇടയ്ക്ക് കയറി പറഞ്ഞു. അതിങ്ങനെയായിപ്പോയി. 19 ഉണ്ടാക്കിയപ്പോൾ ഈ നിലയിലായി. കൃഷ്ണൻ്റെ രൂപമുണ്ടാക്കി കാണുന്നവരൊക്കെ വാങ്ങിച്ചു പോന്നു. 3, 4 അണവില കിട്ടുമായിരുന്നു. ക്രമേണ വേഷം ശ്രീകൃഷ്ണൻ്റെയും രൂപം വേറൊരു കൃഷ്ണൻ്റെയുമായി. വേറൊരു കൃഷ്ണൻ എന്ന് വെച്ചാൽ ഒരു കാലത്ത് ഞാൻ കൃഷ്ണനെ പോലെ കരുതി പോന്നയാൾ. അയാളുടെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് കലി വരും. പാവയുണ്ടാക്കി കഴിയുമ്പോൾ അയാളെപ്പോലെ ഇരിക്കും. എൻ്റെ കോപം മുഴുവൻ പാവയുടെ മുഖത്തും. ഒടുവിൽ ആളുകൾ പാവ മേടിക്കാതെ പിന്നെ ആ പണി നിർത്തിവെച്ചു. പുരുഷരൂപം ഉണ്ടാക്കേണ്ടെന്ന് വെച്ചു. ശ്രീപാർവതിയുടെ രൂപം ഉണ്ടാക്കി നോക്കി. എന്ന് വെച്ചാൽ ഒരു സ്ത്രീ രൂപം ഉണ്ടാക്കി. അതിന് ശ്രീപാർവതി എന്ന് പേരിടും. അല്ലാതെ ഞാൻ പാർവതിയെ കണ്ടിട്ട് മറ്റുണ്ടോ? പാർവതി തപസ് ചെയ്തെന്നും ശിവൻ്റെ കൂടെ നൃത്തം ചെയ്തെന്നും ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, സിനിമയിൽ കണ്ടിട്ടുമുണ്ട്. പിന്നെ പാർവതിയും പരമേശ്വരനും കൂടെ ചിലപ്പോൾ പിണങ്ങാറുണ്ട് പോലും. അതൊക്കെ ഓർത്തുകൊണ്ട് പാവയുണ്ടാക്കി തുടങ്ങി. ചിലപ്പോൾ കണ്ണാടിയിൽ നോക്കി പാർവതിയെപ്പോലെ ഞാൻ ഓരോ ഭാവം കാണിച്ച് അതുപോലെ പാവയുണ്ടാക്കും. ഞാൻ പാർവതിയാണെന്ന് ഭാവിച്ചും കൊണ്ടാ പണി. ഒടുക്കമുണ്ടല്ലോ, പാർവതിയൊക്കെ ഒരുപോലെ. അവൾ തുടരുന്നതിന് മുമ്പ് അയാൾ പറഞ്ഞു, നിങ്ങളും പാർവതിയും സമം. ഞാനും പാർവതിയും എങ്ങനെയാ സമം? എൻ്റെ രൂപമായി പോകുന്നു പാർവതിക്ക്. എനിക്ക് നാണമായി തുടങ്ങി. എൻ്റെ രൂപമുണ്ടാക്കി വിറ്റാൽ മേടിക്കാൻ. അയാൾ ധൃതിയിൽ പറഞ്ഞു, ധാരാളം ആളുണ്ടാകും. ഉണ്ടാകുമെന്ന് ഞാൻ കണ്ടതല്ലേ. മേടിക്കുന്നവരും എന്നെ ആക്ഷേപിക്കും. പാവ ഒന്നാന്തരം. പാവ വിൽക്കുന്നത് രൂപം കാണിച്ച് ആണുങ്ങളെ ആകർഷിക്കാനാണെന്ന് ഞാൻ മുമ്പേ പറഞ്ഞില്ലേ കാത്ത? അവൾ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. ഞാനൊരു ആട്ട് കൊടുത്തിട്ട് അവളുടെ കണ്ണ് പൊട്ടിയെന്നാണ് തോന്നുന്നത്. പിന്നെ എനിക്ക് തോന്നി, ഞാൻ കേൾക്കാതെ പറഞ്ഞാൽ ഞാൻ എങ്ങനെ ആട്ടുമെന്ന്. മറ്റൊരുത്തി ഇങ്ങനെ ചെയ്താൽ ഞാനും അവളെ ആക്ഷേപിക്കും. അത് നേരായിരിക്കും. എന്നാലും അവരവരുടെ രൂപം ഇത്ര ശരിയായിട്ടുണ്ടാക്കത്തക്ക സാമർഥ്യം അത്ഭുതകരമാണ്. അവൾ പറഞ്ഞു. നിങ്ങൾ വെറും മുഖസ്തുതി പറയുകയാണ്. ഒരെണ്ണം ഉണ്ടാക്കിയാൽ പിന്നെ അത് നോക്കി എത്ര വേണമെങ്കിലും ഉണ്ടാക്കരുതോ? കണ്ണാടിയിൽ നോക്കി കാണുന്നത് പോലെ ആദ്യമൊന്നും ഉണ്ടാക്കണം. അതത്ര വലിയ കാര്യമൊന്നുമല്ല. അത് നേരാ. ഞാൻ എന്തു പറഞ്ഞാലും നേരാണെന്ന് പറയുന്നവരായിരുന്നു ഈ അയൽവക്കത്തുള്ളവർ മിക്കവരും. അവരെയൊക്കെ പേടിയായിരുന്നു എനിക്ക്. ഇപ്പോൾ പേടി ഇല്ലായിരിക്കുമല്ലോ എന്നെ. ഇപ്പോൾ എനിക്ക് ആരെയും പേടിയില്ല. ഞാനല്ലാതെ ആരെങ്കിലും ഉണ്ടെന്ന് തന്നെ എനിക്ക് വിചാരമില്ല. കലകളിൽ പ്രവർത്തിക്കുന്ന പലരും അങ്ങനെയുള്ളവരാണ്. അവൾ മുറിക്കകത്ത് പോയി തിരിച്ചു വരുന്നതിനിടയ്ക്ക് അതിൻ്റെ പേരാണ് അഹന്ത എന്ന് അയാൾ ഒച്ചയടക്കി പറഞ്ഞു. അവൾ 4 രൂപങ്ങൾ കൂടി അയാളുടെ മുന്നിൽ വെച്ചു. കരുണം, രൗദ്രം, അദ്ഭുതം, ശൃംഗാരം. ഇവയുടെ ഉച്ചാവസ്ഥയെ കാണിക്കുന്ന അവളുടെ തന്നെ രൂപങ്ങൾ. ഇത് അതിവിശേഷമാണെന്ന് പറഞ്ഞാൽ മുഖസ്തുതിക്കാരനെന്ന് എന്നെ ആക്ഷേപിക്കുമോ? അങ്ങനെ പറയാതിരിക്കാം. അതിവിശേഷമാണെന്ന് സാറെന്തിനാ പറയുന്നത്? ഇതൊന്നും ഇപ്പോൾ വിൽക്കാറില്ല. പകൽ ഉറങ്ങാതിരിക്കാൻ ചെയ്യുന്ന പണിയാണ്. എന്നെങ്കിലും ഒരിക്കൽ ഇതിന് ആവശ്യമുണ്ടാകും. എന്നെ കാണാത്തവരുടെ കയ്യിൽ ചെല്ലുമ്പോൾ ഇത് തേവിടിച്ചയുടെ പരസ്യമാണെന്ന് പറഞ്ഞ് അവർ ആക്ഷേപിക്കുകയില്ലെന്ന് എനിക്കറിയാം. ഒരു തൊഴിലറിയാം, നല്ലപോലെ ചെയ്യാം. അതിൽ നിന്ന് ആദായം കിട്ടാൻ മാർഗമില്ലെന്ന് വരുന്നത് കഷ്ടമാണേ. നിങ്ങളെന്തിനാ അപവാദത്തെ ഭയപ്പെടുന്നത്? ആളുകൾ എന്തെങ്കിലും പറയട്ടെ. ഒരു പാവയ്ക്ക് 1 രൂപ ഏത് പൊട്ടക്കിണനും തരും. നിങ്ങളുടെ ആവശ്യങ്ങൾ പരാശ്രയം കൂടാതെ നടക്കും. തൊഴിൽ ശില്പവൃത്തി എന്നെഴുതാൻ പോവുകയാണ്. അയാൾ എഴുതി. പിന്നെയും എന്തൊക്കെയോ കുറിച്ചു. അവളുടെ ആങ്ങളയുടെ വിവരങ്ങൾ ചോദിച്ചെഴുതി. അതിനിടയിൽ അവൾ ഒരു പാവയൊഴിച്ച് എല്ലാ മുറിക്കകത്ത് കൊണ്ട് ചെന്ന് വെച്ചു. 1 അവൾ കയ്യിൽ വച്ചിരുന്നു. അയാൾ ഒന്നുകൂടി മുറുക്കി. പാവയൊന്നും വിൽക്കുകയില്ലെന്നാണോ പറഞ്ഞത്? ഞാനിത് തിന്നാറില്ല, അടുപ്പിലിടാറുമില്ല. ഇനി വളരെയുണ്ടോ കൈവശം? ജനസംഖ്യയിൽപ്പെട്ടതാണോ ആ ചോദിച്ചതോ? എന്നാൽ ചെല്ലട്ടെ. ഭർത്താവ് പിണങ്ങി. അയാൾ ഇടയ്ക്ക് കയറി പറഞ്ഞു, അക്കാര്യം പറഞ്ഞു കഴിഞ്ഞില്ലേ? വഴിക്കാരോടൊക്കെ ഭർത്താവിൻ്റെ കാര്യം ഇതിലധികം പറയാനൊക്കെ പെട്ടിയെപ്പോലെയാ. വഴിയിൽ കാണുന്നവരുടെ നേരെ മെക്കിട്ട് കയറും, എന്നിട്ട് അടികൊള്ളും. കള്ളിറങ്ങുന്നത് വരെ. എന്ന് വെച്ചാൽ നേരം വെളുക്കുന്നത് വരെ കിടപ്പ് പോലീസ് സ്റ്റേഷനിൽ. ഒരു ദിവസം 2-3 നാഴിക ഇരുട്ടിയപ്പം ഹെഡ്ഡങ്ങുന്ന് ഒരു പോലീസുകാരനെ പറഞ്ഞയച്ചിരിക്കുന്നു. ഞാൻ ചെന്ന് പണിക്കിനെ ജാമ്യത്തിൽ ഇറക്കി കൊണ്ടുപോരാൻ. നേരം വെളുത്തിട്ട് ഇറങ്ങിയാൽ മതിയെന്ന് ഞാൻ. പണിക്കിനില്ലാത്തപ്പം വീട്ടിൽ വല്ലോരും കയറിയ അക്രമം കാണിച്ചാൽ അർജിയും കൊണ്ട് വന്നേക്കരുതെന്ന് അങ്ങേര്. അക്രമത്തിന് വല്ലവരും വന്നാൽ എൻ്റെ തലേണ ചുവട്ടിൽ വീതുളിയാ ഉള്ളതെന്ന് ഞാൻ. അങ്ങേര് പോയി.
2 നാഴിക കൂടി കഴിഞ്ഞപ്പോൾ ആമ്പറന്നോൻ ആടിയാടി വന്നു കയറി. ഞാനൊന്നും ചോദിക്കാനും പറയാനും പോയില്ല. നേരം വെളുത്തപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വീട്ടിലോട്ടൊന്ന് പോകുകയാണ്. എന്തിനാ പോണേ എന്നയാൾ. ഇവിടെ താമസിച്ചാൽ ഞാൻ വല്ലവരെയും വീതുളി കൊണ്ട് കൊന്നേക്കും, അതുകൊണ്ട് പോകുക എന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ കൈ അന്നേരം പുളി പറിക്കാൻ പോവുകയും മറ്റുമില്ലെന്ന് ആ മൃഗം എടുത്ത വാക്കിൽ പറഞ്ഞു. ഈ മൃഗത്തിൻ്റെ കൂടെ പാർക്കാൻ ഞാനില്ലെന്ന് പറഞ്ഞേച്ച് ഞാൻ റോഡിൽ വന്ന് ബസ് കയറി ഇങ്ങ് പോന്നു. പിന്നെയുണ്ട് പറയാൻ അറയ്ക്കുന്ന കഥകൾ. അവൾ നിർത്തിയപ്പോൾ അയാൾ എഴുന്നേറ്റു. ഇത് വേണമെങ്കിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് അവൾ പ്രതിമ നീട്ടി. അയാൾ സന്തോഷപൂർവ്വം വാങ്ങി നോക്കി. രൗദ്രഭാവത്തിലുള്ള അവളുടെ പ്രതിമ. അത് കണ്ട് അയാളുടെ മുഖത്തെ പ്രസാദം മങ്ങി. എങ്കിലും നന്ദി പറഞ്ഞിട്ട് അയാൾ ഒരു കടലാസ് കഷ്ണം അവിടെ വെച്ചിട്ട് പറഞ്ഞു, ഇത് നോക്കൂ. അവൾ നോക്കി. അവളുടെ രൂപം അയാൾ വരച്ചിരിക്കുന്നു. അവൾ ശ്രദ്ധിച്ചു നോക്കി. ഈ പറഞ്ഞിരുന്ന നേരത്ത് ഇത് വരച്ചത് അത്ഭുതം തന്നെ. ആ പ്രതിമ ഇങ്ങ് തന്നേക്കൂ എന്ന് പറഞ്ഞിട്ട് അവൾ അകത്തുപോയി പാർവതി തപസ് ചെയ്യുന്ന അല്പം വലിയൊരു പ്രതിമ കൊണ്ടുവന്ന് ആ ചിത്രകാരന് സമ്മാനിച്ചു. അയാളത് ആനന്ദവും നന്ദിയും സ്ഫുരിക്കുന്ന ഭാവത്തോടെ വാങ്ങി. എന്നാൽ ചെല്ലൂ എന്ന് പറഞ്ഞ് അവൾ മുറ്റത്തേക്കിറങ്ങി. അയാൾ അടുത്ത വീട്ടിലേക്ക് നടന്നു. അയാളുടെ ഹൃദയത്തിൽ വീണക്കമ്പി മീട്ടിയാൽ ഉണ്ടാകുന്ന നാദം പ്രതിധ്വനിച്ചുകൊണ്ടിരുന്നു. 2ാമത്തെ പാഠമാണ് മരപ്പാവകൾ. മലയാള ചെറുകഥാ സാഹിത്യത്തിലെ ഏറ്റവും മികച്ചതും അദ്വിതീയവുമായ ഒരു ക്ലാസിക് സൃഷ്ടിയായി മരപ്പാവകൾ എന്ന കാരൂർ നീലകണ്ഠപിള്ളയുടെ മരപ്പാവകൾ എന്ന കൃതി വിലയിരുത്തപ്പെടുന്നു. പ്രശസ്ത നിരൂപകൻ M. കൃഷ്ണൻ നായർ മലയാളത്തിൻ്റെ സുവർണ കഥകൾ എന്ന പേരിൽ തിരഞ്ഞെടുത്ത മികച്ച 18 കഥകളിൽ 1ാം സ്ഥാനത്ത് നൽകിയിരിക്കുന്നത് മരപ്പാവകളാണ്. തികച്ചും സംഭാഷണ പ്രധാനമായ ഒരു കഥന ശൈലിയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. കഥാസംഗ്രഹത്തിലേക്ക് കടക്കാം. ഈ കഥയുടെ കാതൽ ഒരു എന്യൂമറേറ്ററും, അതായത് ജനസംഖ്യ കണക്കെടുപ്പുകാരൻ ആയിട്ടുള്ളൊരു വ്യക്തിയും നളിനി എന്ന സ്ത്രീയും തമ്മിലുള്ള കൂടിക്കാഴ്ചയാണ്. സെൻസസ് വിവരങ്ങൾ ശേഖരിക്കാനായി നളിനിയുടെ വീട്ടിലെത്തുന്ന ഒരു ചിത്രകാരൻ കൂടിയായ എന്യൂമറേറ്റർ അവിടെ വെച്ച് അവളോട് വിവരങ്ങൾ ചോദിച്ചറിയുന്നു. ചോദ്യോത്തര രൂപേണയുള്ള ഇവരുടെ സംഭാഷണത്തിലൂടെയാണ് നളിനിയുടെ സങ്കീർണവും സങ്കടം നിറഞ്ഞതുമായ ജീവിത സാഹചര്യങ്ങൾ വായനക്കാരൻ മനസ്സിലാക്കുന്നത്. കടുത്ത വെയിലത്ത് സെൻസസ് എടുക്കാൻ വരുന്ന എന്യൂമറേറ്ററോട് കുട നിവർത്തിപ്പിടിക്കാതെ വെയിലത്ത് നിന്നാൽ ആളുകളുടെ എണ്ണം കുറഞ്ഞു പോകുമെന്ന തരത്തിൽ നളിനി തമാശയോടെ സംസാരിക്കുന്നു. അദ്ദേഹത്തെ ബെഞ്ചിലേക്ക് കയറ്റിയിരുത്തി ആശ്വസിപ്പിക്കുന്നു. ഭർത്താവുണ്ടോ എന്ന അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് ഉണ്ടെന്ന് തെളിയാതെ എഴുതിക്കോളൂ എന്നാണ് നളിനി നൽകുന്ന മറുപടി. ഭർത്താവ് ഉണ്ടെങ്കിലും ദാമ്പത്യ സുഖമോ സന്തോഷമോ അവൾക്ക് ലഭിക്കുന്നില്ല എന്ന് ഈ ഒരൊറ്റ വാക്കിലൂടെ കാരൂർ വ്യക്തമാക്കുന്നു. മദ്യപിച്ച് നടക്കുന്ന ഭർത്താവ് രാത്രിയിൽ പോലീസ് സ്റ്റേഷനായപ്പോൾ ഹെഡ് കോൺസ്റ്റബിൾ വീട്ടിലേക്ക് വരാൻ ഭാവിക്കുന്നു എന്ന് ദൂതൻ അറിയിക്കുമ്പോൾ തൻ്റെ തലയിണക്കീഴിൽ വാക്കത്തി ഉണ്ടെന്ന് ധൈര്യത്തോടെ മറുപടി നൽകുന്നവളാണ് നളിനി. നളിനി സ്വന്തമായി മരപ്പാവകൾ നിർമ്മിച്ചു വിറ്റാണ് ജീവിക്കുന്നത്. ജീവൻ തുളുമ്പുന്ന മനോഹരമായ പല ഭാവങ്ങളിലുള്ള പാവകൾ അവൾ അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കുന്നു. ജീവിതത്തിലെ കഷ്ടപ്പാടുകൾക്കിടയിലും അവൾ തൻ്റെ കലാപരമായ നന്മയും പ്രസാദാത്മകത്വവും കൈവിടുന്നില്ല. മാനസികമായ അടുപ്പം, ഔദ്യോഗികമായ ഒരു സന്ദർശനത്തിനപ്പുറം പരസ്പരം തിരിച്ചറിയുന്ന 2 കലാകാരന്മാരുടെ ഹൃദയബന്ധമായി അത് മാറുന്നു. ജോലി പൂർത്തിയാക്കി മടങ്ങാനൊരുങ്ങുന്ന എന്യൂമറേറ്റർക്ക് നളിനി രൗദ്രഭാവത്തിലുള്ള ഒരു മരപ്പാവ സമ്മാനമായി നൽകുന്നു. എന്നാൽ അവളെ അമ്പരപ്പിച്ചുകൊണ്ട് അതുവരെ താൻ ചോദിച്ചറിഞ്ഞ വിവരങ്ങൾക്കൊപ്പം തൻ്റെ ഡയറിയിൽ താൻ വരച്ചു ചേർത്ത നളിനിയുടെ മനോഹരമായ ചിത്രം അയാൾ അവൾക്ക് കാട്ടിക്കൊടുക്കുന്നു. നളിനി എന്ന കഥാപാത്രം സ്ത്രീ ധൈര്യത്തിൻ്റെയും സ്വയം പര്യാപ്തതയുടെയും ആത്മാഭിമാനത്തിൻ്റെയും പ്രതീകമായിട്ടാണ് കഥാകാരൻ അവതരിപ്പിച്ചിരിക്കുന്നത്. വലിയ ആർഭാടങ്ങളോ നാടകീയതയോ ഇല്ലാതെ ചോദ്യോത്തര രൂപത്തിലുള്ള ലളിതമായ സംഭാഷണങ്ങളിലൂടെയാണ് കാരൂർ കഥ വികസിപ്പിച്ചിരിക്കുന്നത്. ജീവിക്കാൻ വേണ്ടി ചെയ്യുന്ന പാവനിർമ്മാണം കേവലം ഒരു തൊഴിൽ മാത്രമല്ല, അത് നളിനിയുടെ ആന്തരിക സൗന്ദര്യത്തിൻ്റെയും സർഗാത്മകതയുടെയും തെളിവാണ്. പാവകളിലൂടെ അവൾ ജീവിതത്തിലെ നാനാവിധ ഭാവങ്ങളെയാണ്, രൗദ്രം, വാത്സല്യം തുടങ്ങിയ ഭാവങ്ങളെയാണ് അവൾ പ്രകടിപ്പിക്കുന്നത്. ബാഹ്യമായി കഠിനമായ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ആത്മധൈര്യവും സർഗാത്മകതയും കൈവിടാത്ത നളിനി എന്ന സ്ത്രീയുടെ ആന്തരിക സൗന്ദര്യമാണ് കഥ ചർച്ച ചെയ്യുന്നത്. വാക്കുകളിലെ ധ്വനിയും ഹാസ്യത്തിൻ്റെ മേമ്പോടെയും കൊണ്ട് വായനക്കാരനെ ചിന്തിപ്പിക്കുകയും ഒപ്പം നൊമ്പരപ്പെടുത്തുകയും ചെയ്യുന്ന ഒന്നാണ് ഈ കഥ.